ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തൃശ്ശൂർക്കാരുടെ ഒരു സ്പെഷ്യൽ പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചേട്ടൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു പലഹാരമാണ്. ചിക്കൻ കറി എൻ്റെ തന്നെ, പക്ഷേ ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടുത്തെ അമ്മയുടെ കയ്യിൽ നിന്നാണ് കേട്ടോ. കൈപ്പത്തിരി എന്നാണ് പറയുക. തൃശ്ശൂർക്കാർക്ക് ഏറെക്കുറെ അറിയാമായിരിക്കാം. ഇത് ഉണ്ടാക്കാൻ കുറച്ചും കൂടിയും അമ്മ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യാസമാക്കിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ചിക്കൻ കറി നോക്കാം. ഇതിലേക്ക് പറ്റിയൊരു ചിക്കൻ കറിയാണ് കേട്ടോ, കോംബോ റെസിപ്പി പോലെ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ആ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് അപ്പം തന്നെ ഇത്തിരി വിനാഗിരിയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയും പറ്റി കഴുകിയതിന് ശേഷം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരിത്തിരി ഗരം മസാല കേട്ടോ, കാര്യമായിട്ട് വേണ്ട. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. കറിവേപ്പില ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര ഇട്ടിട്ട് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് തൈരാണ്. ഓവർ പുളി വേണമെന്നില്ല, എന്നാലും അത്യാവശ്യം പുളി വേണം. വേറെ പുളിക്കായിട്ട് നമ്മൾ വിനാഗിരി ഒരു ടീസ്പൂൺ മാത്രം ചേർത്ത് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചാണ് അതിൻ്റെ ഉള്ളിൽ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഈ തൈര് ഒഴിച്ചാൽ തന്നെ നല്ല അടിപൊളിയാണ്. മിക്സ് ചെയ്ത് കുറച്ച് നേരം വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, നിർബന്ധമൊന്നുമില്ല. ചിത്ര നേരം നമ്മൾ വെച്ചതല്ലേ, അപ്പോൾ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ നിർബന്ധമില്ല കേട്ടോ ഈ ചിക്കന്. അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നതാണ് ടേസ്റ്റ്. ഇനിയിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് അതിലൊക്കെ മാറ്റം വരുത്താം. എന്ത് കറി വയ്ക്കുമ്പോഴും നമ്മൾ നമ്മുടേതായ രീതികളിലേക്ക് മാറ്റം വരുത്തുന്നതൊക്കെ നല്ലത് തന്നെയാണ്. ഞാൻ എന്ത് റെസിപ്പി പരീക്ഷിക്കുമ്പോഴും അങ്ങനെയാണ് കേട്ടോ. എൻ്റെ രീതിയിൽ ഞാൻ എല്ലാതും ഞാൻ മാറ്റും. കറക്റ്റ് വേറൊരു റെസിപ്പി കണ്ട് അതേപോലെ ഫോളോ ചെയ്യൽ ഇത്തിരി കുറവാണ്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട്. അങ്ങനെ അത് ഫ്രൈ ആക്കി മാറ്റി വെച്ചു. ചെറിയൊരു മസാല ഉണ്ടാക്കണം. ഈ മസാല ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് പകരം നമ്മൾ വാങ്ങിക്കുന്ന ചിക്കൻ മസാല ഉണ്ടല്ലോ, അത് ചേർത്താലും മതി കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വറുത്ത് പൊടിച്ച് അങ്ങനെ ഉണ്ടാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഏലക്കായ, കറുകപ്പട്ട, കരയാമ്പൂ, ബേ ലീഫ്, 2 വറ്റൽമുളക്, പെരിഞ്ചീരകം, ജീരകം ഇത്തിരി കൂടുതൽ എടുക്കുക കേട്ടോ. അതിലേക്ക് മല്ലിയാണ് ഇട്ട് വറക്കേണ്ടത്. പക്ഷെ മല്ലി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവസാനം തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് വറുത്തതിൻ്റെ കൂടെ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചു കേട്ടോ. ഇത് നമ്മുടെ മസാലക്കൂട്ടാണ്. അപ്പോൾ ഇതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി വറുത്ത് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ചിക്കൻ മസാല വാങ്ങിക്കുന്നത് ഉപയോഗിക്കുക കേട്ടോ. ഇത്തിരി ജീരകത്തിൻ്റെ പൗഡറും കൂടിയും ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവോള ചെറുതാക്കി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഫ്രൈ ആക്കിയതിന് ശേഷം 2 പച്ചമുളക് ഇടാം കേട്ടോ. വേണമെങ്കിൽ എരിവിനനുസരിച്ച് നോക്കിയിട്ട് മാത്രം മുളകുകളൊക്കെ ആഡ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ച മസാല പൗഡർ നോക്കിയിട്ട് ആദ്യം 1 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. എന്നിട്ട് നോക്കിയിട്ട് മാത്രം ബാക്കിയുള്ള ചേർക്കുക. പിന്നെ ഞാൻ ആ ഗ്രേവി ചേർത്തത് നമ്മൾ വറക്കാനായിട്ട് ഉണ്ടാക്കിയ ഗ്രേവിയില്ലേ, അത് ബാലൻസ് വന്ന് അതിൽ ഒഴിച്ച് കൊടുത്താണ് കേട്ടോ. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ചൂടുവെള്ളത്തിന് പകരം വേണമെങ്കിൽ നാളികേരപ്പാലൊക്കെ ഒഴിക്കുക കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇതുകളൊക്കെ പറയണമെന്ന് മാത്രം കൂട്ടുകാർ നോക്കിയിട്ടൊക്കെ ചെയ്യാം. അതിൽ കുറച്ചധികം മല്ലിയില ഇട്ടു. മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ട് ആ ചാറും ആ വെള്ളവും ചിക്കൻ്റെ ഗ്രേവിയും ചിക്കനൊക്കെയാണ് ഒന്ന് കൂടി യോജിക്കണം കേട്ടോ. അത്രയും നേരം തിളപ്പിക്കുക. പിന്നെ അതാ വേറൊരു മിക്സി എടുത്തിട്ട് അതിലേക്ക് നാളികേരം, ഒരു 10-15 അല്ലി ചെറിയുള്ളിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അതാ ഒരു ബൗളിലേക്ക് ഒരു 2-2.25 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ല വറുത്ത പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതിലേക്ക് ഇതാ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ആദ്യം ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുക. ഞാൻ വെള്ളത്തിൽ അങ്ങനെ അങ്ങോട്ട് ഉപ്പ് ഇടാറില്ല കേട്ടോ. വെള്ളം തിളപ്പിക്കുമ്പോൾ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. വെള്ളം തിളപ്പിക്കുന്നതിൽ ഉപ്പിട്ടാലും കുഴപ്പമില്ല. നല്ല തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തടിത്തവിയുടെ ബാക്ക് സൈഡ് കൊണ്ട് ഇങ്ങനെ ഇളക്കുന്നതാണ് നല്ലത്. സ്റ്റീലിൻ്റെ ആകുമ്പോൾ നമുക്ക് അത്രയും കൂടെ പറ്റില്ല. അപ്പോൾ നല്ല കനമുള്ള തടിത്തവി വേണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങനെ ഒടിയാനൊക്കെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ സ്റ്റീലിൻ്റെ എടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരു മരത്തിൻ്റെ കോലുകൊണ്ട് ഇളക്കുന്നതാണ് എളുപ്പം ഇത്. അതിലേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ച കുറേശ്ശെ പൊടി നനയാത്തതിൽ ഉണ്ടാവണം കേട്ടോ, എന്നാലാണ് കുഴയ്ക്കുമ്പോൾ വെള്ളം കറക്റ്റ് ആവുക. പിന്നെ പൊടി വാട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് ക്രഷ് ചെയ്തതും പിന്നെ ജീരകത്തിരി കൂടുതൽ ഇടുക കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ വേണമെങ്കിൽ എള്ളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ കരിഞ്ജീരകമോ എള്ളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാവരുടെ കയ്യിൽ ഇത് ഉണ്ടാവണം നിർബന്ധമില്ലല്ലോ. പിന്നെ ഈ ഒരു റെസിപ്പിക്ക് എള്ള് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഇതാ കുഴച്ചെടുക്കുക. ഒന്ന് ചൂടാറുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ആ ചൂടോടുകൂടി കുഴക്കണമെന്നൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാറി നമ്മുടെ കൈക്ക് കുഴയ്ക്കാൻ പറ്റണ ഒരു ചൂടുണ്ടല്ലോ, ആ ചൂടിലാകുമ്പോൾ കുഴച്ചാൽ മതി. ഇതിന് വല്ലാണ്ട് നൈസ് പത്തിരിയല്ലല്ലോ, അത് കാരണം കൊണ്ട് തന്നെ എളുപ്പമാണ്. അപ്പോൾ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ പലകയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് പൗഡർ തൂക്കിയിട്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു പൊടിയുടെ ഉരുളി എടുക്കുക കേട്ടോ.
എന്താ വെച്ചാൽ ഇത് ഇത്തിരി കനത്തിലുള്ളതാണ്. വട്ടം എത്ര വേണമെന്ന് നമ്മൾ തീരുമാനിക്കുക. 2 3 ഒക്കെ പത്തിരിയുടെ കനം ഇതിലേക്ക് വേണം. പിന്നെ ഇതിൽ അമ്മ ശരിക്കും ഉണ്ടാക്കുക, നമ്മുടെ അടുപ്പത്തേക്ക് കല്ലുണ്ടല്ലോ, ചപ്പാത്തി കല്ല് വെച്ചിട്ട് അതിലിത്തിരി എണ്ണ ഒഴിച്ചിട്ട് കൈ കൊണ്ട് തന്നെ നമ്മുടെ കൈ ഇത്തിരി വെള്ളം മുക്കി ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. എനിക്കത് പറ്റാറുണ്ട്, പക്ഷെ ഞാൻ കൂട്ടുകാർക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ചിലർക്കൊക്കെ പറ്റുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഞാനിങ്ങനെ പരത്തിയിട്ട് ഒരു ഷേപ്പിന് വേണ്ടി നമ്മുടെ വീഡിയോയിൽ കാണിക്കേണ്ടതായതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ ഷേപ്പ് ആക്കണം എന്നൊന്നും യാതൊരു നിർബന്ധമില്ല. ഈ ഷേപ്പും ടേസ്റ്റും തമ്മിലൊരു ബന്ധവുമില്ല. പക്ഷെ കാണാൻ ഭംഗിയുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പരത്തിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ചെറിയൊരു ബൗൾ വെച്ചിട്ട് കമത്തി ഇങ്ങനെ ഒരു ഷേപ്പാക്കി എടുത്തു എന്ന് മാത്രം. അങ്ങനെ കുറച്ചധികം തന്നെ ആക്കി എടുത്തതിന് ശേഷം മാത്രം പാത്രം അടുപ്പത്ത് വെച്ച് ഇത്തിരി വെളിച്ചെണ്ണ പരത്തി കൊടുക്കാം. എന്നിട്ട് ഇത് ഇട്ടുങ്ങാട്ട് ഒരു ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട കേട്ടോ. ഇത് അത്യാവശ്യം വെന്തക്കിടന്നാണ് നമ്മൾ തിളച്ച വെള്ളത്തിലൊക്കെയല്ലേ കുഴച്ചത്, അത് കാരണം കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്. നാളികേരം എത്ര കൂടുതലിടണോ അത്രയും ടേസ്റ്റാണ്. ഇതിൽ 1 കപ്പ് പൊടിക്ക് 1 കപ്പ് നാളികേരം ഇടുന്നവരുണ്ട്, പക്ഷെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ 2 കപ്പ് പൊടിയിലേക്ക് 1 മുറി നാളികേരമാണ് ചേർത്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നാളികേരത്തിൻ്റെ അളവും ജീരകത്തിൻ്റെ അളവും ഉള്ളിയുടെ അളവും ഒക്കെ നമുക്ക് മാറ്റം വരുത്താം. പിന്നെ ഇതൊക്കെ നന്നായിട്ട് ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്ന് മാത്രം. അപ്പോൾ ശ്രീകുട്ടൻ ആദ്യത്തിനൊക്കെ അപ്പുറത്തപ്പുറത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അത്യാവശ്യം ടേസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞു കേട്ടോ. ചിക്കൻ മേടിക്കുമ്പോൾ ആണ്ടുകത്തുണ്ടാക്കുക ഇതന്നെ കൂട്ട് വാഴയിലയിൽ പരത്തും, പരത്തിയിട്ട് കൂട്ട് കലത്തിലുണ്ടാക്കും. അങ്ങനെ അവിടെ ഉണ്ടാക്കണം. പിന്നെ ഓട്ടടാന്ന് പറയാം, ഇവിടെ കുഴപ്പത്തിൽ രണ്ട് സൈഡും. അങ്ങനെ അത് ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ വാഴയില വെച്ച് അങ്ങോട്ട് മുകളിലേക്ക് പോന്നു കേട്ടോ. മുകളിലിരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. സൺഡേയിൽ പുറത്തേക്ക് പോകാണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു രസം എന്ന് പറയുന്നത്. പണ്ടത്തെ ഞങ്ങളുടെ ഏകദേശം സ്ഥിരമായിട്ടുള്ളൊരു 4 മണി പലഹാരമായിരുന്നു ഇതെന്ന് പറയാം. പിന്നെ വേറെ ഇതേപോലെ തന്നെ ഒരു 4 മണി പലഹാരം ഉണ്ട് കേട്ടോ, മൈദയിൽ ഉണ്ടാക്കുന്നത്, എപ്പോഴും ഉണ്ടാക്കുന്നത്. അത് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫിൽ ഉൾപ്പെടുത്താം. അതൊരു റെസിപ്പി ആയിട്ട് ചെയ്യാൻ മാത്രമുള്ളതൊന്നുമില്ല. ഇത് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിച്ചാൽ മതി. ചിക്കൻ കറി വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചിക്കൻ കറി ഉണ്ടാകുമ്പോൾ അതിന് ടേസ്റ്റ്. ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കറിയൊന്നുമില്ല. 4 മണിക്ക് പിള്ളേർ വരണേറ്റ് മുന്നേ ഉണ്ടാക്കണതായിരുന്നു ഞാനും ചേച്ചിയും കൂടിയൊക്കെ. അപ്പോൾ ഇതിന് ഞങ്ങൾ നാളികേരപ്പാലാണ് പിഴിഞ്ഞ് വെക്കാറ് കേട്ടോ. അവർക്ക് ശ്രീകുട്ടനൊക്കെ നാളികേരപ്പാലിലിട്ട് ഇങ്ങനെ കുതിർത്തി കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ പിന്നെ ഇത്തിരി നാളികേരമൊന്നും അതിൽ കുറഞ്ഞുകൊണ്ടൊന്നും ഒരു വിരോധവും ഇല്ല കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറക്കില്ലല്ലോ. നാളെ വരാം.